അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഒക്കെ ജീവിതം പണ്ടുള്ള ആൾക്കാർ, നമ്മുടെ വല്യാപ്പ വല്യമ്മമാര് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമല്ല നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു കാലം അല്ലേ. അന്ന് കുറച്ച് പട്ടിണിയും പ്രാരാബ്ധവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സമാധാനത്തിന് ഒരു കുറവുമില്ലായിരുന്നു. അവര് എന്ത് കഴിച്ചായാലും സമാധാനം കണ്ടെത്തും. പക്ഷെ ഇന്ന് അങ്ങനല്ല. കഴിക്കാനും കുടിക്കാനും എല്ലാത്തിനും ആവശ്യത്തിലധികമുണ്ട്. പക്ഷെ എന്ത് കാര്യം? ആർക്കും സമാധാനമില്ല. ആർക്കും ആർക്കും സമാധാനമില്ല. കടം കൊണ്ട് നിൽക്കാൻ വയ്യ. ലോണ് എടുത്തിട്ട് ഇനി അതെങ്ങനെ വീടുമെന്നുള്ളത് ബുദ്ധിമുട്ടിൽ നിൽക്കുന്നു. അങ്ങനെ അങ്ങനെ പല പല ദുരിതത്തിലൂടെയാണ് ഇന്നത്തെ തലമുറ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിന്റെയൊക്കെ കാരണം എന്താണെന്നറിയാം? നമ്മുടെയൊക്കെ ഈ ആർഭാടമായ ജീവിതം തന്നെയാണ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലുതാണ്, അല്ലെങ്കിൽ അവനിലും വലുത് എനിക്ക് വേണം എന്നൊക്കെയുള്ള കുറച്ച് ദൂഷിച്ച ചിന്തകൾ കാരണമാണ് ഇന്നത്തെ ഈ സമൂഹം ഇങ്ങനെ ആവാൻ ഏറ്റവും വലിയ ഉദാഹരണം. അതുകൊണ്ട് നമ്മൾ പടച്ചവൻ തന്നിട്ടുള്ള എന്താണോ ആ ഒരു ചെറുത് എന്തായാലും അതുകൊണ്ട് ജീവിക്കാൻ പഠിക്കുക. നമ്മുടെ മക്കളെയും അത് കണ്ട് വളരുന്നവരാണ് അവർ. അതുകൊണ്ട് നമ്മുടെ മക്കളെയും അതുപോലെ വളർത്തുക. ഉള്ളത് കൊണ്ട് ജീവിക്കാൻ പഠിക്കുക. അല്ലാതെ കടം വാങ്ങി, അല്ലാതെ മറ്റെടുത്തു നിന്ന് വാങ്ങി അങ്ങനെ ജീവിക്കാതിരിക്കുക. അത് കണ്ട് നമ്മുടെ മക്കളും പഠിക്കും. ഞാൻ ഓരോ തലമുറ വലുതായി ഈ നാടേ ഇല്ലാതായി. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് ജീവിക്കാൻ പഠിക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കാര്യം, നിങ്ങളുടെ വീട്ടിൽ എത്ര കോടി നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എത്ര കോടി കടങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ ഒറ്റ കാര്യം ചെയ്യുന്നത് കൊണ്ട് അതെല്ലാം വേടിക്കിട്ടുന്നതാണ്. അതിനു മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ചെല്ലുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരു തീരുമാനമെടുക്കണം. ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ആഗ്രഹം സാധിച്ചു തരും എന്നുള്ള കുറച്ച് തീരുമാനമെടുക്കുക. പിന്നീട് ഒരു വക്കാത്ത് പോലും നമസ്കാരം കളാക്കാതിരിക്കുക. എല്ലാം അതിൻ്റെതായ കറക്റ്റ് സമയത്ത് നിർവഹിക്കുക. പിന്നീട് മാതാപിതാക്കളുടെ പൊരുത്തം, അതാണ് ഏറ്റവും വലുത്. മാതാപിതാക്കളുടെ പൊരുത്തമില്ലെങ്കിൽ ഒന്നും ഈ ലോകത്ത് നേടാൻ സാധിക്കില്ല. മാതാപിതാക്കളുടെ പൊരുത്തത്തോടെ ചെയ്യുക. ചെയ്തു പോയിട്ടുള്ള തെറ്റുകളൊക്കെ പാപമോചനത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. എല്ലാം പുറത്തു തരണേ എന്നും പറഞ്ഞു നമ്മുടെ മാതാപിതാക്കളെ വിഷമിപ്പിക്കാതിരിക്കുക. കാരണം അവരെ വിഷമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ലോകത്ത് ഒരു മാതാപിതാക്കളും അവരുടെ മക്കളെ വിഷമിപ്പിക്കില്ല, വെറുക്കുകയുമില്ല. പക്ഷേ മക്കളോ ഒരു പരിധിയിൽ കഴിഞ്ഞാൽ മാതാപിതാക്കളെ വെറുക്കും, ഇഷ്ടക്കുറവ് തോന്നും ഇല്ലേ. കുറച്ച് കാലം കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിയുമ്പോഴായിരിക്കും അവർക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാകുന്നത്. അതൊക്കെ സ്വാഭാവികം. പക്ഷെ ഈ മാതാപിതാക്കൾക്കോ ജീവിതാവസാനം വരെ ഇത് എൻ്റെ മകനാണ് അല്ലെങ്കിൽ എൻ്റെ മക്കളാണ് എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട്. അവരുടെ മൈൻഡിൽ അങ്ങനെ ഒരു ചിന്ത വരില്ല. അവരെ വെക്കുക എന്നുള്ളൊരു ചിന്ത വരില്ല. അതുകൊണ്ട് അവരുടെ പൊരുത്തത്തോടു കൂടി എന്ന് നേടിയെടുക്കുക. പിന്നീടുള്ളൊരു കാര്യമാണ് നമ്മൾ സദഖ ചെയ്യുക. നമ്മുടെ കയ്യിലുള്ള മുഴുവനും കൊടുക്കണം എന്നല്ല പറയുന്നത്. നമ്മുടെ കയ്യിലുള്ളതിൻ്റെ കുറച്ച് ഭാഗം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് വെച്ച് ആർക്കെങ്കിലും എടുത്തു കൊടുക്കാനല്ല. ഇത് അർഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ സമൂഹത്തിൽ. എത്തീം മക്കള്, വിധവകളായ ഭാര്യമാര്, അങ്ങനെ ആർക്കും ഒരു രോഗം പിടിച്ച് കിടക്കുന്നവർ, അങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ. അത് അർഹിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമുക്ക് പണം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുതരും. അതിനുള്ളൊരു മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുതരും. പക്ഷെ നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉണ്ട്, പക്ഷെ എനിക്കത് സദഖ കൊടുക്കാൻ താല്പര്യമില്ല. കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പൈസ കുറയുമല്ലോ എന്നൊരു വിചാരം വരരുത്. കാരണം അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു ചിന്തയില്ലാതെ നീ കൊടുക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ 4 ഇരട്ടി നിന്നിലേക്ക് എത്തിക്കും ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മൾ എന്താണ് ചെല്ലേണ്ടത് എന്ന് വെച്ചാൽ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ് എന്ന ഈ ദിക്ർ നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഓതാൻ പറ്റുമോ, എപ്പോഴൊക്കെ സമയമുണ്ട് അന്നേരമെല്ലാം നിങ്ങൾ ഈ ഒരു ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രയാസങ്ങളും
നിങ്ങൾ പോലും അറിയാതെ വീട് കിട്ടും. ഇനി എത്ര ബുദ്ധിമുട്ടുന്നവരായിക്കോട്ടെ, ഈ ഒരൊറ്റ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ടാണ് നിങ്ങളെല്ലാവരും രക്ഷപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് ആരും തന്നെ ഇതിനെ വെറും വാക്കാക്കി കളയരുത്, പാഴാക്കരുത്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ അത്രയ്ക്ക് മഹത്വമേറിയ ഒരു ദിക്റാണിത്. അതുകൊണ്ട് ഇന്ന് തന്നെ എല്ലാവരും ഇത് ചൊല്ലുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഹൈറും ബർക്കത്തും ഉണ്ടാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.